ബിഗ് ബോസ് സീസൺ 7ലേക്കുള്ള കോമണർ എൻട്രി അവസാനിച്ചോ? സൂം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയും ആരെങ്കിലും ഒക്കെ കാത്തിരിക്കുന്നുണ്ടോ? എന്നാൽ അവരെന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണേണ്ടതാണ്. അത് മാത്രമല്ല, ഇനി ഒരുപാട് പേർക്കൊന്നും ഇല്ലെങ്കിലും ഒരു 4 പേരെങ്കിലും ബിഗ് ബോസിലേക്ക് കോമണർ ആയിട്ട് ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ആയിട്ടുള്ളവർ ആരും തന്നെ എവിടെയും അത് പറയാൻ പോകുന്നില്ല. കാരണം ബിഗ് ബോസിന്റെ ഒരു നിയമം അങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മൾ കുറേയധികം ഇന്റർവ്യൂസിൽ ഞാൻ ബിഗ് ബോസിലേക്കില്ല, എന്നെ ബിഗ് ബോസ് വിളിച്ചാൽ ഞാൻ പോകും, അല്ലെങ്കിൽ ഈ സീസണിൽ എന്നെ വിളിച്ചില്ല, കഴിഞ്ഞ സീസണിൽ എന്നെ വിളിച്ചായിരുന്നു, അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ഇന്റർവ്യൂ കൊടുക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ ഇന്റർവ്യൂ കൊടുക്കുന്നവർ വരെ ബിഗ് ബോസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ബിഗ് ബോസ് ഒരിക്കലും ബിഗ് ബോസിൽ കയറിയ ഒരാളും പുറത്തു പറയാൻ അനുവദിക്കത്തില്ല. സോ നിങ്ങൾക്ക് കോമണർ എൻട്രി, അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് ഒക്കെ ആരൊക്കെയാണ് സെലക്ട് ആയത്, ഇതുമായിട്ടുള്ള ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ഞാൻ പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു കാര്യം പറയട്ടെ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് 6ാമത്തെ സീസൺ കഴിഞ്ഞു, ഇതിപ്പോൾ 7ാമത്തെ സീസൺ ആണ്. ഇതിലേക്ക് ഇത്രയധികം പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ഒരു എൻട്രി കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഈ സീസണിൽ ഒരുക്കിയിരുന്നു. അതായത് നിങ്ങളുടെ ഒരു 3 മിനിറ്റ് വീഡിയോ, അത് ബിഗ് ബോസിലേക്ക് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അങ്ങനെ ഒരു അവസരം വന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഈ ബിഗ് ബോസിനെയൊക്കെ പബ്ലിക്കായിട്ട് കുറ്റം പറഞ്ഞ് നടക്കുന്നവർ വരെ ഈ പറയുന്ന ഒരു അവസരം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ വന്ന ലക്ഷക്കണക്കിനുള്ള ആപ്ലിക്കേഷൻസിൽ നിന്ന് വളരെ ചുരുക്കം ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ കൂടിയും ആ ആപ്ലിക്കേഷനുകളിൽ നിന്ന് നിങ്ങൾക്കൊക്കെ കുറേ പേർക്ക് കോളുകൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്റ്റേജ് ആയിട്ട്, അതായത് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റേജ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് എഗെയിൻ ഒരു സൂം കോൾ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെ വെച്ചിട്ട് മറ്റൊരു ഇന്റർവ്യൂ നടന്നു കഴിഞ്ഞു, ആളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഉറപ്പായിട്ടും ഒരു 3 പേർക്കോ 4 പേർക്കോ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും വലിയ ആപ്ലിക്കേഷൻസ് ഇട്ടത്. അതായത് ഇതൊരു ആപ്ലിക്കേഷൻ പോലെ തന്നെ കാണുക. ഒരു ജോബ് ഇന്റർവ്യൂ, നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആകെ കൂടിയുള്ളൊരു 4 സീറ്റിന് വേണ്ടിയിട്ടായിരിക്കും, 4 വേക്കൻസിക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ 4 വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് 40,000-ഓ 4 ലക്ഷവും പേരോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് കിട്ടിയില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന ആരും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കം തന്നെ ഇത്രയും കാര്യം പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, കോമണർ എൻട്രിക്കുള്ള ഇന്റർവ്യൂസ് എല്ലാം കഴിഞ്ഞു, സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു, അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൺഫർമേഷൻ വന്നു. പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ ശരിക്കും എനിക്കും അറിയത്തില്ല. എനിക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈവൻ ഏഷ്യാനെറ്റിലുള്ളവർക്ക് പോലും അറിയത്തില്ല. അതറിയാൻ ഈ ഒരു ടീം അത് അത്രയും ട്രാൻസ്പെറൻ്റ് ആക്കില്ല. അതാണ് ബിഗ് ബോസ് ഷോ. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മളിപ്പോൾ എത്ര വലിയ കൺഫേംഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഞാൻ തരാൻ പോകുന്നു, പ്രഡിക്ഷൻ ലിസ്റ്റ്, ഇത് കൺഫേം ആണ്, 100% ഉറപ്പിച്ചു, 99% ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്തൊന്നും ഒരു സത്യവുമില്ല. പിന്നെ എന്തിനാണ് ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ ഇടുന്നതെന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന പ്രഡിക്ഷൻസ് ഒക്കെ നമുക്ക് സാധ്യതയാണ് എന്നാണ് പറയുന്നത്. അതിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാം, ചിലപ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ കോളുകളൊക്കെ ഈ പറയുന്ന വ്യക്തികൾക്ക്, സെലിബ്രിറ്റി ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല, ചില സൂപ്പർ ഫിഗറുകളൊക്കെ കാണുമായിരിക്കുമല്ലോ, അതായത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ആൾക്കാരൊക്കെ കാണുമല്ലോ, അവർക്കൊക്കെ ഈ കോള് പോകുന്നത് ഇത്രയധികം ആൾക്കാരുടെ സപ്പോർട്ടുണ്ട് എന്ന് കണ്ടിട്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് മറ്റൊരു പാർട്ടാണ്. ഏതായാലും ശരി, കോമണേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും സെലക്ട് ആയി, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഈ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് ഈ സെലക്ഷനൊക്കെ കഴിഞ്ഞ പിന്നെ എങ്ങനെയാണ് എന്നൊക്കെ ആഗ്രഹിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്തൊരു കാര്യം. നിങ്ങളിപ്പോൾ സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ ബിഗ് ബോസിന്റെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഒരു ടീം വരും. വേറൊന്നിനുമല്ല, നിങ്ങളുടെ ഒരു പ്രൊഫൈൽ നിങ്ങളെ വെച്ചിട്ട് ഒരു പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ഈ ഒരാഴ്ച എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനൊരു ആൾ അല്ലെങ്കിൽ അങ്ങനൊരു കോൾ വരാൻ സാധ്യതയുണ്ട്. ഇഫ് യു ആർ സെലക്റ്റഡ്, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടോ, നിങ്ങൾ എല്ലാവരും കേട്ടു വെച്ചോ, കാരണം അടുത്ത സീസണിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അത്തരത്തിൽ ഈ ഒരാഴ്ചയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അത് മാത്രമല്ല, ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് കുറേ അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തരും. ഇത്തരത്തിലുള്ള ഡ്രസ്സുകളെല്ലാം നിങ്ങൾ മേടിച്ചിരിക്കണം, ഇതൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് ഇടേണ്ടത്, ഡ്രസ് കോഡ് ഉണ്ട്, ലോഗോ വെച്ചിട്ടുള്ളതോ ഒരു തരത്തിലുള്ള പ്രൊമോഷൻസും ബിഗ് ബോസിനകത്ത് നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില ലോഗോയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ടീഷർട്ടുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഇന്ന ചെരുപ്പായിരിക്കണം, ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം മേടിക്കാനൊരു സമയം കൂടിയാണ് ഇനി വരുന്ന ഒരാഴ്ച എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരാഴ്ച കോമണേഴ്സിനും സെലിബ്രിറ്റീസിനും ഒക്കെ ഈ പറയുന്ന കണക്കായിരിക്കും. അതായത് നിങ്ങൾ ആ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള, സാധനങ്ങൾ കൊണ്ടുവരാനുള്ളതെല്ലാം പാക്കിംഗ് ടൈമാണ്. ദെൻ ഈ ഒരാഴ്ച കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ചയിൽ നിങ്ങൾക്കുള്ള ടിക്കറ്റ് വരും. കാരണം ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7 നടക്കാൻ പോകുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിലേക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ബിഗ് ബോസ് തന്നെ അവിടുന്ന് തന്നെയാണ് അയച്ചു തരുന്നത്. അത്തരത്തിൽ നിങ്ങൾക്ക് അയച്ചു തന്ന് നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ബിഗ് ബോസിൻ്റെ, അതായത് ചെന്നൈയിലേക്കുള്ള ട്രാവലിംഗ് ആയിരിക്കും പിന്നീട് നടക്കുക. അപ്പോഴത്തേക്കും നമുക്കിനി നമ്മുടെ മുന്നിൽ പിന്നെ വെറും 7 ദിവസമേ ഉള്ളൂ. ആ 7 ദിവസത്തിനിടയിൽ ഇവരെല്ലാവരും ഈ പറഞ്ഞ ചെന്നൈയിൽ എത്തിയിരിക്കും. ആ 7 ദിവസത്തിൽ അത് കൺഫേം ആണ്. പക്ഷേ അവിടെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയം കൊണ്ട് ആരെയും അധികം പരിചയപ്പെടാൻ സാധിക്കില്ല. നിങ്ങളുടെ കയ്യിൽ മൊബൈലൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊക്കെ പ്രത്യേകം, അതായത് ബിഗ് ബോസ് ഹൗസിനകത്തുള്ളവരെ എല്ലാവരെയും ബിഗ് ബോസ് അകത്ത് കയറുമ്പം മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ റൂമുകളായിരിക്കും തരാൻ പോകുന്നത്. ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്തുള്ളത് ആരാണെന്ന് നിങ്ങൾക്ക് പോലും അവിടെ ചെന്നാലും അറിയാൻ പറ്റത്തില്ല. പകരം നിങ്ങളുടെ കയ്യിൽ മൊബൈലൊക്കെ കാണും, നിങ്ങൾക്ക് ആരടുത്ത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ ബിഗ് ബോസിനുണ്ട് എന്ന് പറയാൻ ഒരു തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങളെ അനുവദിക്കത്തില്ല. അങ്ങനെ ലാസ്റ്റ് വീക്ക്, അതായത് നമ്മുടെ ഓഗസ്റ്റ് 3 തൊട്ട് മുമ്പുള്ള ആ ഒരാഴ്ച ഉടനീളം നിങ്ങൾ ചെന്നൈയിൽ നിങ്ങൾ സേഫ് ആയിരിക്കും. നിങ്ങൾക്ക് ഫുഡെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് സുഖവാസമാണ്. ദെൻ ഫൈനലി ഈ പറഞ്ഞ ദിവസം എത്തുന്നത്, അതായത് നമ്മുടെ ഓഗസ്റ്റ് 3 സൺഡേ, അതിന് മുമ്പുള്ള ദിവസം നിങ്ങളെ അല്ലെങ്കിൽ ആ ഞായറാഴ്ച നിങ്ങളെ അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ ബിഗ് ബോസിനകത്തേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു ക്യാരവനിൽ നിങ്ങളെ അവിടെ ഇരുത്തും. ആ ഒരു ക്യാരവനിൽ 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറോളം ഈ പറയുന്ന വ്യക്തികൾ അതിനകത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ, അപ്പോൾ ഫോൺ ഉണ്ടാവത്തില്ല, ഒരു കാര്യവും ഇല്ല, ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. ഈ ലോകവുമായിട്ട് നിങ്ങൾ ശരിക്കും ഒറ്റപ്പെടുന്നത്. ബിഗ് ബോസിൽ പോലും ഇതേ കണക്കൊരു ഒറ്റപ്പെടൽ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ ഇരിക്കാൻ പോകുന്ന ഒരു 6-7 മണിക്കൂറുണ്ട്. ബിഗ് ബോസിനകത്ത് അത്രയും നേരം ഫോണൊന്നും ഇല്ലാതെ തനിച്ച് നിങ്ങൾ ഇരിക്കണം. ഫുഡൊക്കെ അവർ തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ചെല്ലാൻ പോകുന്നത് ലാലേട്ടൻ്റെ മുന്നിലേക്ക്, ആ ഒരു സ്റ്റേജിലേക്കാണ്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സൈറ്റഡ് ഫീൽ ആയിരിക്കും അല്ലേ? കാരണം ഇവിടം തൊട്ട് ഇവിടം വരെ വന്ന ആ ഒരു പ്രോസസ്സ് ഒട്ടും ഈസി ആയിരിക്കില്ല. കാരണം ബിഗ് ബോസ് അങ്ങനെയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആ വേദിയിൽ വരുന്നു. ആ വേദിയിൽ നിന്ന് അടുത്തതായിട്ട് നിങ്ങൾ ആ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നു. ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ആ വീട്ടിനകത്ത് കുറച്ചധികം പേരേക്ക് സെലക്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ അവിടെ കാണും. ചിലപ്പോൾ നിങ്ങളായിരിക്കും ആദ്യം ചെല്ലാൻ പോകുന്നത്. കോമണേഴ്സ്, എന്തായാലും ഒരു കോമണേഴ്സ് 4 പേരോ 5 പേരോ എന്നുള്ളതിനകത്ത് കുറച്ചധികം ക്ലാരിറ്റി കുറവുണ്ട്. ഏതായാലും ശരി, നമുക്കത് ബിഗ് ബോസ് സീസൺ 7 തുടങ്ങുമ്പോൾ നമുക്ക് അതായത് ജസ്റ്റ് ഒരു ഓഗസ്റ്റ് 3 വരെ കാത്തിരിക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ പ്രോസസ്സ്. ശരിക്കും ഞാൻ ഈ പ്രോസസ്സ് എനിക്ക് അറിയാൻ പറ്റിയ സമയത്ത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഈ ഒരു കാരവനിലൊക്കെ ഇത്രയും നേരം തനിച്ചൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാതി ജീവൻ പോകും. ടെൻഷൻ ആവത്തില്ലേ? നല്ല ടെൻഷൻ അടിക്കത്തില്ലേ? അപ്പോൾ ഏതായാലും ശരി, ബിഗ് ബോസിലേക്ക് സെലക്ട് ആയിട്ടുള്ള 1-2 പേര് ഈ കൂട്ടത്തിലും കാണുമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ അറിവ് പറഞ്ഞു തന്നത്. അതുപോലെ എനിക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രീവിയസ് ആയിട്ട് ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഇതേ കണക്കൊരു വീഡിയോ ഇട്ടപ്പോൾ അതിലൂടെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടെടുത്ത സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകട്ടെ. ഇതൊക്കെ കേട്ടിട്ട് ശരിക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബിഗ് ബോസ് നമ്മുടെ സമൂഹത്തിൽ ഇതേപോലൊരു ഐസൊലേറ്റഡ് ആക്കി ഓരോ വ്യക്തികളെയും കൊണ്ടുപോകുന്ന ഈ ഒരു ഷോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്താണെന്ന് പറയുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മേ കാണുന്നതെങ്കിൽ TV സീരിയൽ വിശേഷങ്ങൾക്കും ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂസിനും സോഷ്യൽ മീഡിയ വൈറൽ കോണ്ടന്റിനുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ.